ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡൗട്ട്സിലേക്ക് പോവാം. ഫസ്റ്റ് തെസീനയാണ്. ഡോക്ടർ, ദിസ് ഈസ് ദ തേർഡ് ടൈം ഐ ആം ആസ്കിങ് ദ സെയിം ഡേ. ഐ ഡിഡ്ന്റ് ഗെറ്റ് എ റിപ്ലൈഡ്. My son is 4 months 7 days now. He started to roll over at 3.5 months. The problem is even after burping also, when he turn over, spit ups are coming. Now his weight is 6.19. Is it normal in babies? നോർമലാണ്, റിഫ്ലെക്സ് ആണത്, നോർമലാണ്. റിഫ്ലെക്സ് ഡിസീസസിനെ പറ്റി നമ്മുടെ ചാനലിൽ തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടു നോക്കൂ കേട്ടോ തെസീന. മൈ സെക്കൻഡ് ഡൗട്ട് ഈസ് സംടൈംസ് ഐ ഹാവ് നോട്ടീസ് ദ മോഷൻ ഓഫ് മൈ ബേബീസ് ഫ്രോത്തി ഫോം. Not always, 1 or 2 times I have noticed, otherwise it's also normal. What is the reason behind it? Hope you will give me a reply. Okay തെസീന, അതിൽ യൂഷ്വലി നമുക്ക് കുട്ടികൾക്ക് ചില സമയത്ത് ഫ്രോത്തി ആയിട്ട് തന്നെ വരും. കാരണം ഗ്യാസും കൂടി മിക്സ് ചെയ്ത് കുട്ടികൾക്ക് നന്നായിട്ട് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും ഓൾറെഡി. കാരണം ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിലും എന്തായാലും ലാക്ടോസ് ആണ് കൂടുതലായിട്ട് അവർ വയറ്റിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാസ് കൂടി പോകുന്നൊരു ഫ്രോത്തി വരും. അതുകൊണ്ട് കുഴപ്പമില്ല. തെസീനയുടെ കുട്ടിയുടെ വെയിറ്റും നോർമൽ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയില്ലേ? ദെൻ ഒരു ഐഡിയ ആണ് അറ്റ് യൂസർ. മാം, എൻ്റെ മോന് 1 year കഴിഞ്ഞു, 1 year 3 months ആയി. എൻ്റെ മോന് നിലത്ത് വെറും കിടക്കുന്നു. ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടോ? അതൊന്നും പ്രോബ്ലം ഇല്ല, നോർമലാണ് കേട്ടോ. ദെൻ യുവർ വീഡിയോസ് ഓൾവേസ് ലീവ് മീ വാണ്ടിങ് മോർ. ഐ കാൺ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വൺ. താങ്ക് യു. ദെൻ പേരൊന്നും ഇല്ലാത്ത ഐഡീസ് എന്നാണേ. ഹൈ മാം, ഡോക്ടർ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആകാറുണ്ട്. എൻ്റെ മോന് ഇപ്പോൾ 4 മാസം വെയിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ 3 ദിവസമായിട്ട് മൂക്കടപ്പുണ്ട്. നെയ്സൽ ഡ്രോപ്സ് ആൻഡ് കൊറബിനിക് എന്ന ഡ്രോപ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എനിക്ക് നെക്സ്റ്റ് വീക്ക് ഒരു എക്സാം ഉണ്ട്. ഓക്കെ, അതുപോലെ ഓരോ വാക്സിനേഷൻ എടുത്താലും 1 week വെച്ച് കയറി. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരുന്നു 3.5 മാസത്തിൻ്റെ വാക്സിൻ വന്നത്. പക്ഷേ എക്സാം കാരണം അങ്ങനെ വലിയ കുറേ ഡൗട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവർ ചോദിച്ചിട്ടാണ് മൂക്കടപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ എഴുതി തന്ന മരുന്ന് കൊടുക്കും. ഒരു 3-4 days ആയിട്ട് തീരെ വ്യത്യാസം അല്ലെങ്കിൽ ഡോക്ടറെ തന്നെ ഒന്നുകൂടി കാണിക്കണം. ചെസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം. സെക്കൻഡ്, വാക്സിൻ കുറച്ച് ലേറ്റായി പോകുന്നു എന്നുള്ളതാണ്. മാക്സിമം ആസ് ഏർലി ആസ് പോസിബിൾ എടുക്കുക, ഒത്തിരി ലേറ്റ് ആവാണ്ട് നോക്കാം. ദെൻ കുഞ്ഞു കമിഴ്ന്ന് വീണായിരുന്നു, അതിൻ്റെ കൊണ്ട് ആകുമോ മൂക്കടപ്പ്? അതുകൊണ്ടൊന്നുമല്ല, അതിൻ്റെ ബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ പാല് കുടിക്കുന്നതും 6 to 7 minutes ഒക്കെ ഉള്ളൂ. അതുപോലെ ഒരു ബ്രസ്റ്റ് ഫുള്ളായിട്ട് ആയിട്ടും കുടിക്കുന്നില്ല. ടൈം നേരത്തെ കുടിക്കുമായിരുന്നു, ടൈം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും. ഓക്കെ, അത്ര മിനിറ്റ് മതി. അതിൽ നന്നായിട്ട് കുട്ടിക്ക് പാൽ അത്യാവശ്യത്തിനുണ്ട്. ബാക്കി സമയം കുട്ടി കുറേ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. ഇടയ്ക്കൊന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുക. വെയിറ്റ് നോർമൽ ആണെങ്കിൽ ഈ കണ്ട വറീസിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ദെൻ സഹദിയാണ്. താങ്ക് യു ഫോർ ഓൾ യുവർ വീഡിയോസ്, വെരി യൂസ്ഫുൾ. ഡെലിവറിക്ക് ശേഷം മദർ കാൽസ്യം ടാബ്ലറ്റ്സ് എടുക്കാൻ പറ്റുമോ? അതിന് വേണ്ടി ഡോക്ടറെ കാണിക്കണം എന്നുണ്ടോ? കാൽസ്യം ടാബ്ലറ്റ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ പറയുന്നത് കാൽസ്യം അയണും എടുക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് ഏതാണ് നമുക്ക് അബ്സോർപ്ഷനൊക്കെ നല്ല ബ്രാൻഡ് എന്നുള്ളത് നോക്കിയിട്ട് എഴുതി വാങ്ങിയിട്ട് കഴിച്ചോളൂ. ദെൻ രാജി രാധാകൃഷ്ണനാണ്. താങ്ക് യു ഫോർ ഓൾ യുവർ വാല്യുബിൾ വീഡിയോസ്. ഹായ് രാജി. ദെൻ എൻ്റെ മോന് 10 months കഴിഞ്ഞു. 2 months ആയിട്ട് അവൻ്റെ നീ മുതൽ അബ്ഡമൽ റീജിയൻ വരെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ. ഡയപ്പർ നൈറ്റ് മാത്രമേ യൂസ് ഉള്ളൂ, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ചില ബേബീസിനെ ബർത്ത് മാർക്സ് എന്നുള്ളത് ബർത്തിൽ തന്നെ വരണം എന്നില്ല, കുറച്ചുകൂടി കഴിയുമ്പോഴൊക്കെ ആയിട്ട് ഈ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരാം. അപ്പം ഇത്ര അബ്ഡമൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ഡയപ്പറിൻ്റെ ചൂടുകൊണ്ടോ അങ്ങനത്തെ ഒന്നും അല്ല. അത് നോർമലി ഉള്ളൊരു ബർത്ത് മാർക്സ് കുറച്ചുകൂടി റിവീൽ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. വാക്സിനേഷനൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ. സംഗീതയാണ്. ഡോക്ടർ, കുഞ്ഞിന് 2 വയസ്സും 3 മാസവും ആയി. ബർത്ത് വെയ്റ്റ് 2.3. ആക്റ്റീവാണ്. അവൾ കൗൾസ് മിൽക്ക് ഫോമുല മിൽക്ക് കുടിക്കില്ല. ബ്രസ്റ്റ് ഫീഡിങ് ഇപ്പോൾ നിർത്തി. ജോലിക്ക് പോകുന്നുണ്ട്, നൈറ്റ് ഡ്യൂട്ടിയും വരും, അതുകൊണ്ടാണ് നിർത്തിയത്. കാൽസ്യം കുറഞ്ഞു പോകുമോ? പകരം എന്ത് കൊടുക്കാൻ പറ്റും? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് നിർത്തി 2 years കഴിഞ്ഞ് നിർത്താം, വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി മിൽക്ക് പ്രോഡക്ട്സ് കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? തൈര്, ബാക്കിയുള്ള മിൽക്ക് പ്രൊഡക്ട്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് കൊടുത്തു നോക്കും. അതിൽ നമുക്ക് കാൽസ്യം ഉണ്ട്. പിന്നെ ഉള്ളത് നട്ട്സിലുണ്ട്. നമ്മുടെ ഫിഷ് ഏറ്റവും നല്ലത്. നമ്മൾ ചെറിയ മീനൊക്കെ ഇല്ലേ, നത്തോലി, മത്തി, അങ്ങനത്തെയൊക്കെ കൊടുക്കും. അതിനൊക്കെ കാൽസ്യം കുഞ്ഞിന് കിട്ടിക്കോളും. റാഗി കാൽസ്യം റിച്ച് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി, അല്ലാതെ വരെയാവണ്ട. Then രേഷ്മയാണ്. ഡോക്ടർ, മൈ സെക്കൻഡ് ചൈൽഡ് ഈസ് ഹാവിംഗ് ഗ്യാസ് പ്രോബ്ലം ഓൾവേസ്. യെസ്, കോൺസ്റ്റിപ്പേഷൻ, മോഷൻ ഗോസ് ഓൺലി ഇൻ once in 3 days. He passes gas after feeding. Because of this gas problem, he is not able to sleep properly at night, and he is 6 months old, and even I have gas and constipation problem. If mom has gas, it will pass through the milk through breastfeeding. Please reply, can you make a video on gas in babies and constipation problem? Okay രേഷ്മ, ഫസ്റ്റ് ഓഫ് ഓൾ ഗ്യാസിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. കോൺസ്റ്റിപ്പേഷനെ കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ.
പിന്നെ അമ്മയ്ക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഗ്യാസ് ഉണ്ടാവുമോ എന്നുള്ളത് യൂഷ്വലി ബ്രസ്റ്റ് മിൽക്കിലൂടെ ഗ്യാസ് പാസ് ചെയ്തിട്ടൊന്നുമല്ല ഉണ്ടാവുക. കാരണം നമ്മുടെ ഡയറ്റ് ചിലതൊക്കെ കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പം അങ്ങനെയുള്ളപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവാം. ജനറലി കുട്ടികൾക്ക് അല്ലാത്ത രീതിയിലും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോഴും കരയുമ്പോൾ കുറേ ഏറങ്ങ് വിഴുങ്ങുമ്പോഴും ഒക്കെ ഉണ്ടാവും. പിന്നെ പ്രോപ്പർ തട്ടി കൊടുത്തില്ലെങ്കിലും ഗ്യാസ് കുറേ ഉണ്ടാവും. അത് ഇതിൻ്റെ ഭാഗമൊന്നുമല്ല. കുഞ്ഞ് വലുതാവുമ്പോൾ അത് പതുക്കെ അങ്ങ് കുറഞ്ഞോളും. അതിനെക്കുറിച്ച് വറീഡാവണ്ട. Then സ്നേഹയാണ്. Hi doctor, my son is 19 months old, having breast milk only once in a day, that is before sleeping at night. Since I am working, I could not breastfeed him during the daytime. In such cases, can we give cow's milk to him? If so, daily how much glass of milk he need to take? Okay, so നിങ്ങൾക്ക് 19 months ആണ്. അപ്പോൾ നമ്മളെപ്പോഴും 2 years കഴിഞ്ഞിട്ടാണ് പറയുന്നത് അതുവരെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ബാക്കി മൃഗങ്ങളുടെ പാല് കൊടുക്കരുത് എന്നാണ്. ഇപ്പം നിങ്ങൾ നൈറ്റിൽ മാത്രമേ ഫീഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ കൗസ് മിൽക്ക് കൊടുക്കാം. പക്ഷെ കൂടുതലാവരുത്. എപ്പോഴും നമ്മൾ കൂടുതൽ കൗസ് മിൽക്ക് കൊടുത്ത് കുട്ടിയുടെ വിശപ്പ് അങ്ങ് പോകും. പിന്നെ ബാക്കി ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല. എല്ലാ വൈറ്റമിനൊന്നും കൗസ് മിൽക്കൊന്നും കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം ഒരു 200 ml അങ്ങനെ എന്തെങ്കിലും മാക്സിമം കൊടുക്കുക. അതും എല്ലാ ഫുഡും കഴിച്ചിട്ട് നൈറ്റിൽ എപ്പോഴേലും കൊടുക്കുന്നതായിരിക്കും നന്നാവുക. ദെൻ റെജീനയാണ്. ഹൈ ഡോക്ടർ, എൻ്റെ കുഞ്ഞിന് 1 year 5 months, ബർത്ത് വെയ്റ്റ് 3.5, നൗ 10 kg, ഈസ് ഇറ്റ് ഓക്കെ? 5 month ആയപ്പോഴേ പല്ലു വന്നു. ഇപ്പോൾ 11 എണ്ണമുണ്ട്. ചവയ്ക്കില്ല, വിഴുങ്ങും. നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബട്ട് 3 to 4 വാക്കുകളെ പറയുന്നുള്ളൂ. ഇപ്പോഴും ചുമയും കഫക്കെട്ടാണ്. കോൾഡ് വരാറില്ല. ചുമ തുടങ്ങി പെട്ടെന്ന് ശ്വാസമുട്ടൽ പോലെ അലർജിക് ആയിരിക്കുമോ? ചുമ വന്ന് പെട്ടെന്ന് ശ്വാസമുട്ടലൊക്കെ വരുന്നത് അലർജിക് ആയിരിക്കും. ചിലപ്പോൾ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ആർക്കെങ്കിലും ഒരു അലർജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് പതുക്കെ പ്രോപ്പറായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ അലർജിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ബാക്കി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ബെറ്റർ ആവും. രണ്ടാമത്തേത് നിങ്ങൾ ചോദിച്ചത് പല്ലിൻ്റെ കാര്യങ്ങൾ. അത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. പിന്നെ സംസാരം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 3-4 വാക്ക് പറഞ്ഞാൽ പോരാ. കൂടുതൽ സ്റ്റിമുലേഷൻ വേണം. കൂടുതൽ ടൈം കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. ദെൻ സഹലയാണ്. ഐ ആം സഹല ഫ്രം ലക്ഷദ്വീപ്. ഹായ് സഹല. നാട്ടിൽ പീഡിയാട്രിഷ്യൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എൻ്റെ മോൾ ഇപ്പോൾ 7 months ആയി. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവൾക്ക് നൈറ്റ് ഫീവർ ഉണ്ട്. ഡേ ടൈം അങ്ങനെ അധികം ചൂട് തോന്നില്ല, ബട്ട് നൈറ്റ് നല്ല പനിയുണ്ട്. പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവൾ ഡേ ആൻഡ് നൈറ്റ് നല്ല ആക്റ്റീവാണ്, ബട്ട് വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. UTI ആണോ? യൂറിൻ സ്മെൽ കളിച്ച് യൂറിൻ ഒന്ന് ചെക്ക് ചെയ്തോളൂ. യൂറിൻ റുട്ടീൻ ഒന്ന് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നന്നാവുക കേട്ടോ. ബിക്കോസ് ഫീവറും യൂറിൻ്റെ അളവും കുറയുമ്പോൾ, പനി ഉണ്ടെങ്കിൽ തന്നെ മൂത്രത്തിൻ്റെ അളവ് ജനറലി കുറയും. അതല്ല എന്നുണ്ടെങ്കിലും നമ്മളൊന്ന് യൂറിൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. ദെൻ കാശിയാണ്. എൻ്റെ മോന് 1 year കഴിഞ്ഞു. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കേർഡ് കൊടുക്കാമോ? കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഫ്ലൂയിഡ് ഫ്രീ ആണോ നല്ലത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് ചെയ്താന്നുള്ളതിനെ കുറിച്ച്. കേർഡ് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ദെൻ സീനയാണ്. എൻ്റെ മോൾക്ക് 2 years ആവുന്നു. വെയിറ്റ് 10.3. നട്ട്സ് റൈസിൻസ് ഒക്കെ എന്തോരം ക്വാണ്ടിറ്റി കൊടുക്കാം? എന്തായാലും കുറേ കൊടുക്കരുത്. യൂഷ്വലി നട്ട്സും റൈസും എല്ലാം നിങ്ങൾ ഒരുമിച്ച് കൊടുക്കണം. എല്ലാം 5 each ഒരു 5 നമ്പർ കൊടുക്കും. കാരണം അത് നല്ല ഹെവിയാണ്. കുട്ടികൾക്ക് വയറ് ഫുള്ളായി തോന്നും. ബാക്കി ഫുഡ് ഐറ്റംസ് ഒന്നും കുട്ടി കഴിച്ചൊന്നും വരില്ല. അപ്പോൾ ഒരു ഒപ്റ്റിമം പാകത്തിന് ഒരു മിഡ് മീലായിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. ദെൻ ആതിരയാണ്. താങ്ക്സ് ഫോർ ഓൾ യുവർ വാല്യുബിൾ വീഡിയോസ്. ഹായ് ആതിര. ദെൻ എൻ്റെ മോൾക്ക് 1.5 വയസ്സ്. ബർത്ത് വെയിറ്റ് ഇപ്പോഴത്തെ വെയിറ്റ് ആക്റ്റീവാണ്. ഇടയ്ക്കിടയ്ക്ക് ഫീവർ വരുന്നുണ്ട്. വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് അയൺ ആൻഡ് കാൽസ്യം ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. എത്ര നാൾ കൊടുക്കേണ്ടി വരും? ഇപ്പോൾ കൊടുക്കുന്നത് നല്ലത് മോർണിംഗ് ആണോ നൈറ്റ് ആണോ? അത് ഡിപ്പെൻസ് കേട്ടോ. കാൽസ്യം കൊടുക്കുന്നതിന് കൂടെ അയൺ കൊടുക്കരുത്. കാൽസ്യം ഒരു ടൈമിലാണെങ്കിൽ അയൺ ഒരു ടൈമിലാണ്. അങ്ങനെയാണ്. എത്ര നാൾ കൊടുക്കണം എന്നുള്ളത് എനിക്ക് വാവയുടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി എനിക്ക് അറിയാനുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ എനിക്ക് എത്ര നാളെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എഴുതിത്തുന്ന ഡോക്ടറോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, എത്ര ഡ്യൂറേഷൻ കൊടുക്കണം എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. വെയിറ്റ് കുറവാണ്. ഒന്നൊരു ഡയറ്റ് മോഡിഫിക്കേഷൻ കൂടി വരേണ്ടി വരും. ഒരു ഡയറ്റ് ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യും. ദെൻ ദൃശ്യാണ്. 3 year ബേബി ഫുഡ് റുട്ടീൻ ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. ദെൻ ദിവ്യയാണ്. മാമിൻ്റെ വീഡിയോസൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഗ്രേറ്റ് എഫേർട്ട് മാം, താങ്ക് യു. ദെൻ ദിവ്യ, എൻ്റെ മോന് 6 months ആയി 25 days. 6 months and 25 days. ഇപ്പോൾ വെയിറ്റ് 6.3. ഇത് നോർമലാണ്. ഒരു മാസമായി സെയിം വെയിറ്റ് ആണ്, കൂടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട, ഇത് ഓക്കെയാണ്. ഇനിയിപ്പോൾ 6 months ആയ ശേഷം ഫുഡ് കൊടുത്ത് തുടങ്ങിയല്ല, അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് വന്നോളും. ഒരു ദിവസം കുറുക്ക് എത്ര നേരം കൊടുക്കാം? നമ്മൾ ഫുഡ് ചാർട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് അതൊന്ന് കണ്ടു നോക്കുക. ഈ സമയത്ത് നമുക്ക് 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ആയിട്ട് കൊടുക്കാം 6 months ആയ കുട്ടിക്ക് കേട്ടോ. മുത്താറി, കണ്ണൻ കാഴപ്പൊടി, ഗോതമ്പ് ഒക്കെ ഇങ്ങനെ 4 ടൈപ്സ് ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. വെയിറ്റ് കൂടുന്നില്ല. വറീഡ് ആവണ്ട. കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടിക്കോളും. ബ്രസ്റ്റ് മിൽക്കും കൂടുതൽ കൊടുക്കും.
ദെൻ മൂന്നാമത്തെ ഡൗട്ട്, മോൻ ജനിച്ചപ്പോൾ മുതൽ ഇപ്പോഴും ഒരു അവറിൽ തന്നെ 3-4 ടൈംസ് മൂത്രം ഒഴിക്കും, നോർമലാണ്, കുഴപ്പമില്ല, നോർമലാണ്. വാട്ടർ മാത്രമായി എത്ര കൊടുക്കണം? ഇപ്പോൾ തൽക്കാലം ബ്രസ്റ്റ് മിൽക്കും കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 4-5 സ്പൂണ് വെള്ളം ഓഫർ ചെയ്യാം. നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ അധികം എക്സ്ട്രാ വാട്ടർ വേണ്ട. അല്ല, ബ്രസ്റ്റ് മിൽക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വാട്ടർ ഒന്ന് ഓഫർ ചെയ്ത് നോക്കും. കുട്ടി കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ ഫോഴ്സ് ചെയ്ത് കുടിപ്പിക്കേണ്ട. നന്നായി ചെറിയ ബേബി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ രാജലക്ഷ്മിയാണ്, ഹൈ മാം, മൈ ബേബി 6 months ഓൾഡ്, വീനിങ് സ്റ്റാർട്ട് ചെയ്തു, ഫുഡ് റിജക്റ്റ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഫുഡ്സ് ട്രൈ ചെയ്തു ബട്ട് കഴിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ, വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്തു നോക്കൂ. എന്നിട്ട് ചിലപ്പോൾ മധുരം കൂടുതലാണെങ്കിൽ മധുരം ഒന്ന് കുറച്ച് നോക്കുക. അല്ല, മധുരം തീരെ ഇടുന്നില്ലെങ്കിൽ ഒരു ഇത്തിരി മധുരം ഇട്ട് നോക്കുക. ഉപ്പ് അവോയ്ഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ, പതുക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. ദെൻ ഷിബു ആണ്, താങ്ക് യു മാം, ഹായ് ഷിബു. ദെൻ വിനിത, ഹൈ മാം, എൻ്റെ മോൾക്ക് ഇപ്പോൾ 6 months കഴിഞ്ഞു, കുറുക്ക് അതൊക്കെ കൊടുത്ത് തുടങ്ങി, ഈവനിങ് കഴിഞ്ഞു റാഗി കൊടുത്താൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ഈവനിങ് കഴിഞ്ഞാൽ റാഗിയൊക്കെ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ 6 months അല്ലേ, അപ്പോൾ ഈവനിങ് കഴിഞ്ഞ് കൊടുക്കാൻ നിങ്ങൾ നിൽക്കണ്ട, ഒരു ജസ്റ്റ് ബിഫോർ 6 PM ഒക്കെ കൊടുക്കും. പിന്നെ കൂടുതലും ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തു നോക്കൂ. ജസ്റ്റ് 2 small ബേബി അല്ലേ. മോൾ 3 months കമ്മുന്നു, മുട്ടിൽ ഇരുന്നിട്ടില്ല, ഇരിക്കാനൊന്നും സമയം ആയിട്ടില്ല. മുട്ടിൽ ഇഴിയാത്തതും നിങ്ങൾ വേറെ ഇതാവണ്ട, മടിയിൽ സപ്പോർട്ട് കൊടുത്ത് ഇരുത്തും. ഇത് നോർമലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കുറേ നീണ്ടുപോയാൽ എല്ലാവർക്കും ബോറായിരിക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കും. നാളെ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ Q&A ചെയ്യാം. സോ ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.